താഴ്ചയിൽ നിന്നും വീഴ്ചയിൽ നിന്നും എന്നെ ഉയർത്തുവാൻ ശക്തനായി നിർത്തുവാൻ ജീവന്റെ നാഥൻ കൂടെയുണ്ട്. താഴ്ചയിൽ നിന്നും വീഴ്ചയിൽ നിന്നും എന്നെ ഉയർത്തുവാൻ ശക്തനായി നിർത്തുവാൻ ജീവന്റെ നാഥൻ കൂടെയുണ്ട്. കാലങ്ങളായുള്ള മനുഷ്യന്റെ അന്വേഷണമാണ് എന്താണ് സത്യം. എന്താണ് സത്യം? മനുഷ്യന്റെ സത്യമെല്ലാം ആപേക്ഷികമാണ്. പരിമിതമായ അവന്റെ അറിവിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും ലഭിക്കുന്ന സത്യബോധ്യം എപ്പോഴും ശരിയാവണമെന്നില്ല. അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിച്ചാലും എന്ന പ്രാചീന പ്രാർത്ഥനയുടെ പ്രതിധ്വനിയായി പീലാത്തോസ് ക്രിസ്തുവിനോട് ചോദിച്ചു, എന്താണ് സത്യം? ഈ പ്രഭാത സത്യാന്വേഷണ പാതയിൽ നമുക്ക് സഞ്ചരിക്കാം. ദൈവവചന വായനയ്ക്കായി മിസ് ആനീസ് എലിസബത്ത് ആന്റണിയെയും സാദരം ക്ഷണിക്കുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31, 32 വാക്യങ്ങളും 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങളും. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത്? ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായ്ക കൊണ്ട് കേൾക്കുന്നില്ല. പരിശുദ്ധ ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്താണ് സത്യം? ചരിത്രത്തിലെ ഒരു പ്രഭാതത്തിൽ സിസാരിയോ മാരിറ്റിമ എന്ന പൊന്തിയോസ് പീലാത്തോസിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഉയർന്ന ഈ ചോദ്യം ഇന്നും ലോകത്തിൻ്റെ ഒരു അന്വേഷണമാണ്. സത്യമേവ ജയതേ എന്ന വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. ട്രൂത്ത് എലോൺ ട്രയംസ്. മുണ്ടകോപനിഷത്തിൽ നിന്നുള്ള ഈ മന്ത്രം 1950 ജനുവരി 26 ഇന്ത്യയുടെ പ്രഥമ റിപ്പബ്ലിക് ഡേയിൽ നാഷണൽ എംബ്ലത്തിൽ ആലേഖനം ചെയ്ത് ഇന്ത്യയുടെ മോട്ടോ ആയി മാറ്റുമ്പോൾ സകലമാന ഇന്ത്യക്കാരും ഈ സത്യം നിലനിൽക്കണം, സത്യം ജയിക്കണം എന്ന നിയോഗം ഉള്ളവരായിട്ട് മാറണമെന്ന് നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ആഗ്രഹിക്കുന്നു. നിർഭാഗ്യവശാൽ മനുഷ്യൻ്റെ സത്യങ്ങൾ എല്ലായ്പ്പോഴും ആപേക്ഷികമാണ്. ഒരിക്കൽ പൂർവികർ വിശ്വസിച്ചിരുന്നു സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നുവെന്ന്. എന്നാൽ കാലാന്തരത്തിൽ മനുഷ്യർ മനസ്സിലാക്കി ഭൂമിയുടെ ഭ്രമണം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതാണ് സൂര്യൻ്റെ ഉദയാസ്തമനങ്ങളെന്ന്. ഒരിക്കൽ സത്യമെന്ന് വിശ്വസിച്ചിരുന്നതിനെ പിൽക്കാലത്ത് അസത്യമെന്ന് പറഞ്ഞ് മനുഷ്യർ എഴുതിത്തള്ളി. ചരിത്രത്തിലെ ഈ യാഥാർത്ഥ്യം ഇന്നും തുടരുന്നു. ഒപ്പം ഈ ചോദ്യവും, എന്താണ് സത്യം? വിശുദ്ധ തിരുവചനം സത്യത്തെ ദൈവിക പ്രകൃതമായി വെളിപ്പെടുത്തുന്നു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിനും സമസ്യയ്ക്കും പരിഹാരം ദൈവവചനത്തിൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. ആകയാൽ ദൈവവചനം സത്യത്തെക്കുറിച്ച് പറയുന്നത് ദൈവം സത്യമാണ് എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും എന്ന് അരുളി ചെയ്തിരിക്കുന്നു. മാത്രമല്ല ദൈവം സത്യമാകുമ്പോൾ ദൈവത്തിൻ്റെ വചനവും സത്യമാകുന്നു എന്നും
അടയാളപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. യേശു തന്നെ സത്യമാകുന്നു എന്ന് വെളിപ്പെടുത്തിയ ധാരാളം സന്ദർഭങ്ങളുണ്ട്. അവൻ്റെ ജനനത്തിങ്കൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ യേശു തന്നെ ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു മാത്രമല്ല, പരിശുദ്ധാത്മാവിനെക്കുറിച്ചും യേശു പറയുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത് സത്യ ഏക ദൈവമായിട്ടാകുന്നുവെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൗത്യം എന്താണ്? ഒന്ന്, തിരുവചന സത്യം നൽകുന്ന ഈ സന്ദേശം, തിരുവചനം നൽകുന്ന ഈ സത്യം സംബന്ധിച്ച സന്ദേശം നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകുന്നതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വിശ്വാസം നമ്മളിൽ തന്നെ ഉണ്ടാകുക, അതായത് എൻ്റെ ജനനം സത്യവചനത്താലാണ്, ദൈവത്തിൻ്റെ സത്യവചനത്താലാണ്. തിരുവചനം പറയുന്നു, അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ലൈക്നെസ്സിലും ഇമേജിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ ദൈവത്തിൻ്റെ ആ സത്യവചനം പറയുന്നു, ആ സത്യത്താലാണ് എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 119 പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ സത്യ അന്വേഷികളാകണം. എങ്ങനെ അന്വേഷിക്കാം? സങ്കീർത്തനക്കാരൻ 25-ാം അധ്യായത്തിൽ പറയുന്നു, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. നമ്മളുടെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തണമേ. ലോകം എൻ്റെ മുമ്പിൽ നിരത്തുന്ന സത്യങ്ങളല്ല, ദൈവമേ നീ എനിക്കായി കരുതുന്ന, നിന്നിൽ കാണുന്ന ആ സത്യത്തിലേക്ക് എന്നെ നടത്തണമേ. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റൊന്ന്, നാം സത്യം സംസാരിക്കണം. സംസാരം എന്നുള്ളത് നമ്മളുടെ ആകമാനമുള്ള ആശയവിനിമയത്തിൻ്റെ പ്രതീകമാണ്. നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ നോട്ടം, ശ്രവണം, നടപ്പ് ഇത്യാദിയെല്ലാം നമ്മളുടെ ആശയവിനിമയത്തിനുള്ള മുഖാന്തരമാണ്. അതിൽ ഒന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. നമ്മളുടെ ആശയവിനിമയം, നമ്മളുടെ ബന്ധങ്ങൾ സത്യത്താൽ സമ്പൂർണ്ണമാക്കപ്പെട്ടിരിക്കണം. സത്യത്തിനെതിരുണ്ട് അസത്യമെന്നത്, സത്യത്തിനെതിരുണ്ട് കാപട്യം എന്നുള്ളത്. അത് നമ്മിൽ ഉണ്ടാവരുത് എന്ന് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. വീണ്ടും അവിടെ പറയുന്നു, സത്യം നമ്മുടെ ആയുധമായിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് നയിക്കുവാനുള്ളതും നമുക്ക് പോരാടുവാനുള്ള നമ്മുടെ ആയുധമെന്ന് പറയുന്നത് സത്യമാണ്. എഫേസ്യരുടെ ലേഖനം 6-ാം അധ്യായം 14 മുതലുള്ള വാക്യത്തിൽ, അതുകൊണ്ട് സത്യമെന്ന അരപ്പട്ട കെട്ടുക, സത്യമെന്ന ബെൽറ്റ് ധരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനിച്ചത് ആ പരിശുദ്ധമായ സത്യത്തിൻ്റെ വചനത്താലാകുന്നു എന്ന് മനസ്സിലാക്കുകയും ആ സത്യ അന്വേഷികളായി നമ്മുടെ പ്രാർത്ഥന മുൻപോട്ട് പോവുകയും ചെയ്യണം. അവസാനമായി സത്യം നമ്മുടെ ആയുധമാക്കുക. കർത്താവ് നൽകുന്ന ഒരു പ്രോമിസ് ഇങ്ങനെയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയ സത്യത്തിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവെ, നിന്നെ അറിയുക, നിൻ്റെ സത്യത്തെ അറിയുക എന്നുള്ളത് കർത്താവെ ഞങ്ങൾക്ക് നീ നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്കും നീ നൽകുന്ന സത്യത്തിൻ്റെ അവബോധത്തിലേക്കുമുള്ള കർത്താവെ ഒരുക്കമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, ആ സത്യത്തിൽ നടക്കുവാൻ കർത്താവെ നീയാകുന്ന സത്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചട്ടെ. നന്മകളാൽ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എന്നെ ഉയർത്തുവാൻ ശക്തനായി നിർത്തുവാൻ ജീവന്റെ നാഥൻ കൂടെയുണ്ട്. താഴ്ചയിൽ നിന്നും നിശ്ചയം